ഗാസയിൽ ഇപ്പോഴും തടവിൽ കഴിയുന്ന 59 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന സൂചന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ജനുവരി പകുതിയോടെ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ സമയത്ത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പൂർണ്ണമായും ലഘൂകരിച്ചിട്ടില്ല. ഹമാസ് സ്വന്തം നേട്ടത്തിനായി സഹായം ചൂഷണം ചെയ്യുകയാണെന്നും കരാർ ലംഘിച്ചുവെന്നും ആരോപിച്ച് 2 ആഴ്ച മുമ്പ് ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം അവസാനിപ്പിച്ചിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ മാരകമായ ആക്രമണങ്ങളെ അപലപിച്ച് അന്താരാഷ്ട്ര സമൂഹം ഇതിനകം തന്നെ ദുരന്തബാധിതരായ പലസ്തീൻ ജനതയുടെ മേൽ കൂടുതൽ ദുരിതം വരുത്തിവെക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ ആശങ്കയുയർത്തി. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ സൈനിക മാർഗമില്ലെന്ന് കഴിഞ്ഞ 18 മാസത്തെ അക്രമം വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി രാഷ്ട്രീയ ഒത്തുതീർപ്പിന് മനുഷ്യാവകാശ ഓഫീസ് മേധാവി വോൾക്കർ ടർക്ക് ആഹ്വാനം ചെയ്തു. ഇസ്രയേൽ വംശഹത്യയുടെ പുതിയ ഘട്ടം ആരംഭിച്ചുവെന്ന് തുർക്കി പ്രതികരിച്ചു. നെതന്യാഹു സർക്കാർ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുകൊണ്ട് മാനവികതയെ വെല്ലുവിളിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രയേൽ സർക്കാരിനെതിരെ നിർണായക നിലപാട് സ്വീകരിക്കാനും തുർക്കി ആവശ്യപ്പെട്ടു.